refers to the reduction in or loss of quality or value of a asset, fixed asset, അല്ലേ, fixed asset through wear and tear, അല്ലേ. wear and tear എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഉപയോഗ കാരണത്താലോ effusion of time എന്ന് പറഞ്ഞാൽ കാലക്രമേണ, അല്ലേ, കാലക്രമേണയോ obsolescence പറഞ്ഞാൽ എന്താ, അല്ലേ, obsolescence through ടെക്നോളജി വരുന്നതിനാൽ നമുക്ക് എന്താണ്, നമ്മുടെ അസറ്റ്, അല്ലെ, ഔട്ട് ഓഫ് ഡേറ്റ് ആയി മാറാൻ ചാൻസ് ഉണ്ട്. ആ കാരണത്താലോ ആൻഡ് മാർക്കറ്റ് ചേഞ്ച് ഓർ ഫ്രം എനി അതർ കോസ്, അല്ലെ, അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്, എന്തെങ്കിലും ആക്സിഡന്റ് മൂലമോ നമുക്ക് ആ ഒരു അസറ്റിന്റെ വാല്യൂ നമുക്ക് ഡിക്രീസസ് വരാം കേട്ടോ. അതൊക്കെയാണ് നമ്മൾ ഈ ഡിപ്രീസിയേഷന്റെ കാരണങ്ങൾ. ഓക്കെ, അപ്പൊ നമുക്കൊരു ഡെഫിനേഷൻ നോക്കാം. ഡിപ്രീസിയേഷൻ AICPA ഡിഫൈൻ ചെയ്തിട്ടുള്ളതാണ്. അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ട്സ് ഡിഫൈൻ ചെയ്തിട്ടുള്ളതാണ്. ഡിപ്രീസിയേഷൻ അക്കൗണ്ടിങ് ഈസ് എ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്, അല്ലെ. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ആണ്. അതിലെന്താ, which aims to distribute the cost or other basic value of tangible capital assets less salvage value over the estimated useful life, അല്ലെ. എന്താണ് അത് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ വാല്യൂ, അല്ലെ, മറ്റേ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾ ഒന്ന് നോക്കി വെക്കുക. 1 lakh റുപ്പിയാണ് നമ്മുടെ ഒറിജിനൽ വാല്യൂ മൈനസ് സ്ക്രാപ്പ് വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെ. ലെസ് സാൽവേജ് വാല്യൂ ആണ് ഈ സ്ക്രാപ്പ് വാല്യൂ. വിറ്റ്, അല്ലെ, ഉപയോഗശേഷം നമ്മൾ വിറ്റാൽ കിട്ടുന്നതിനെയാണ് സ്ക്രാപ്പ് വാല്യൂ എന്ന് പറഞ്ഞത്. അപ്പൊ നമുക്ക് ഉപയോഗശേഷം വിറ്റപ്പോൾ നമുക്ക് എത്ര കിട്ടിയിട്ടുള്ളത്? 20,000 ആണ് നമുക്ക് കിട്ടിയുള്ളത്. അപ്പൊ 1 lakh മൈനസ് 20,000 ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ, ലെസ് സാൽവേജ് വാല്യൂ. അപ്പൊ നമുക്ക് 80,000 ആണ് കേട്ടോ. ഓവർ ദി എസ്റ്റിമേറ്റഡ് യൂസ്ഫുൾ ലൈഫ് ഓഫ് യൂണിറ്റ്, അല്ലെ. നമ്മുടെ എസ്റ്റിമേറ്റ് ലൈഫ് എത്രയായിരുന്നു? എത്ര വർഷം ഞാൻ ആ മൊബൈൽ ഫോൺ ഉപയോഗിച്ചത്? 5 വർഷം, അല്ലെ. അപ്പൊ 80,000 ഡിവൈഡഡ് ബൈ 5 ആണ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ ഓവർ എ ഇയർ, അല്ലെ, ഓരോ വർഷം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ in a systematic and rational manner, and it is the process of allocation, not that of valuation, അല്ലെ. ഒരു allocation process ആണ്. Depreciation for the year is a portion of the total charge under such a system that is allocated to the year. ഈ കിട്ടിയിട്ടുള്ള എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഓരോ വർഷവും നമ്മൾ അലോക്കേറ്റ് ചെയ്യും, അല്ലെ. നമ്മൾ ആ മെഷീനറി അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എന്താണ്, ഈ ഒരു ചാർജ് നമുക്ക് ഏർപ്പെടുത്തും കേട്ടോ. ആ അസറ്റിന്റെ വാല്യൂവിൽ എന്താണ്, നമ്മൾ ഓരോ വർഷവും കുറഞ്ഞതായിട്ട് നമ്മൾ കാണിക്കുന്നുണ്ട്. അതാണ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഡിപ്രീസിയേഷനിൽ കുറച്ച് ടേംസ് കേട്ടോ. ഡിപ്രീസിയേഷൻ, ഡിപ്ലീഷൻ, ഒബ്സോളസൻസ് ആൻഡ് അമോർട്ടൈസേഷൻ കേട്ടോ. അമോർട്ടൈസേഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് ടേംസുകളുണ്ട്. എന്താ നോക്കാം. ആദ്യം നോക്കാം ഡിപ്രീസിയേഷൻ, അല്ലെ. ഡിപ്രീസിയേഷൻ എന്ന് പറയാം. അപ്പോ ഡിപ്രീസിയേഷൻ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫിക്സ്ഡ് അസറ്റിന്റെ മുകളിൽ മാത്രം നമുക്ക് ഡിപ്രീസിയേഷൻ തീരുമാനം സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താണ്, ഫിക്സ്ഡ് അസറ്റിന്റെ മുകളിൽ മാത്രം വാല്യൂ ഡിക്രീസസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഡിപ്രീസിയേഷൻ. അപ്പൊ ഈ ഡിപ്ലീഷനും അമോർട്ടൈസേഷനും ഒക്കെ വേറെ മീനിങ്ങിലാണ് വരുന്നത് കേട്ടോ. ഡിപ്രീസിയേഷൻ ഈസ് കൺസേൺഡ് വിത്ത് ചാർജിങ് ദ കോസ്റ്റ് ഓഫ് മാൻ മെയ്ഡ് ഫിക്സ്ഡ് അസറ്റ് ടു ഓപ്പറേഷൻ കേട്ടോ. ഫിക്സ്ഡ് അസറ്റിൽ മാത്രമേ നമുക്ക് എന്തുള്ളൂ, ഡിക്രീസസ് വരുന്നുണ്ടെങ്കിൽ അതിനെയാണ്, ആ ടേം ആണ് ഡിപ്രീസിയേഷൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ ബിൽഡിങ്, മെഷീനറി, എക്യുപ്മെന്റ്സ്, ഇതിലൊക്കെ നമുക്ക് വാല്യൂവിൽ ഡിക്രീസസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറയും. ഡിപ്ലീഷൻ, ഇതൊക്കെ ഒരു സിമിലർ മീനിങ് ഉള്ള വേർഡ്സ് തന്നെയാണ്. അതിനെങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് കേട്ടോ. ഡിപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ടേം ഉപയോഗിക്കുക ഫിക്സ്ഡ് അസറ്റിൽ കുറവുണ്ടെങ്കിൽ മാത്രമേ ഉപയോഗിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഡിപ്ലീഷൻ എന്ന് പറയുമ്പോൾ this term is applied to the process of removing an available but irreplaceable. അപ്പൊ എന്താണ്, അത് നമുക്ക് ആ പ്ലേസിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിയാത്തത്, അല്ലെ. അതാണ് ഡിപ്ലീഷൻ എന്ന് പറയുന്നത്. നാച്ചുറൽ റിസോഴ്സസ്, നമ്മുടെ അടുത്തുള്ള നാച്ചുറൽ റിസോഴ്സസിന്റെ വാല്യൂവിൽ ഉണ്ടാകുന്ന ഡിക്രീസസിനെയാണ് ഡിപ്ലീഷൻ. ഇത് ഫിക്സ്ഡ് അസറ്റിന്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ
ഇതെന്താണ് നാച്ചുറൽ റിസോഴ്സസിന്റെ മുകളിലുള്ളത് കേട്ടോ. നോക്കിയേ, നമ്മുടെ ഓയില്, അതേപോലെ തന്നെ എന്താണ് അല്ലെ വാട്ടർ, ഓയില്, പിന്നെന്താ അയേൺ, ഇതിലൊക്കെ നമുക്ക് വാല്യൂവിൽ ഡിക്രീസസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മള് കോള്, മിനറല്, ഓയിൽ അല്ലെ ഇതൊക്കെ എന്താണ് ഇതിന്റെ വാല്യൂവിൽ നമുക്ക് ഡിക്രീസസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് ഡിപ്ലീഷൻ എന്ന് പറയും കേട്ടോ. Then amortization. എന്താണ് amortization അല്ലെ? amortization എന്ന് പറഞ്ഞാൽ എന്താണ്? The process of writing off. നമ്മൾ എഴുതി തള്ളുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോ, റൈറ്റിംഗ് ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റ്, ഇൻടാഞ്ചിബിൾ അസറ്റുകളൊക്കെ എഴുതി തള്ളുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് അതിനെ amortization എന്ന് പറയും. ഓക്കെ, ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ഒക്കെ അല്ലെ. ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പാറ്റന്റ്, കോപ്പിറൈറ്റ്, ട്രേഡ് മാർക്ക്, ഇതൊക്കെയാണ് ഇൻടാഞ്ചിബിൾ അസറ്റ്. അത്തരത്തിലുള്ള അസറ്റ് നമ്മൾ എഴുതി തള്ളുകയാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ എന്താണ് നമ്മൾ പറയുന്നത്? amortization എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോ the intangible asset like patent, copyright, leaseholds and goodwill are recorded and goes in the books of accounts. അതൊക്കെ നമ്മൾ എന്താണ് പറയുന്നത്? amortization എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി അടുത്ത ടേം എന്താണ്? obsolescence. obsolescence എന്താണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? it refers to the decline in the useful life of an asset because of factors like technological advancement, changes in the market demand of the product, legal or other restrictions, improvement in production process. ഒബ്സോളസൻസ് എന്ന ഒരു ടേം വരുമ്പോൾ നമുക്ക് വിവിധ കാരണത്താൽ അല്ലെ നമ്മുടെ മാർക്കറ്റിലെ കണ്ടീഷൻസ് മാറി, നമ്മുടെ ടെക്നോളജി ഡെവലപ്ഡ് ആകും അല്ലെ. ടെക്നോളജി നമ്മുടെ അടുത്തുള്ള പ്രൊഡക്റ്റ് അല്ലെ, പഴയൊരു ഫോണൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താ അഡ്വാൻസ്ഡ് ആയിട്ടൊരു പുതിയ ഫോണുകളൊക്കെ അല്ലെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ് നമുക്ക് എന്തായി ഔട്ട് ഓഫ് ഡേറ്റ് ആയി. അതിനെയാണ് ഒബ്സോളസൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഒബ്സോളസൻസ്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ നോക്കിയത് അല്ലെ? ഡിപ്രീസിയേഷൻ, ഡിപ്ലീഷൻ, ഒബ്സോളസൻസ് ആൻഡ് amortization. ഇത് മൂന്നുമാണ് അല്ലെ. ഇത് നാലെണ്ണമാണ് നമുക്ക് എന്ത് സിമിലർ ആയിട്ട് വരുന്ന ടേംസ് കേട്ടോ. ഇതൊക്കെ ഒരേ കൺസെപ്റ്റിന്റെയാണ്. പക്ഷെ എന്താണ് നമുക്ക് ആ അസറ്റ് അല്ലെ ഏതൊക്കെ തരത്തിലുള്ളതാണെന്നുള്ളതിലൊരു ഡിഫറൻസേ ഉള്ളൂ. ഡിപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ ഫിക്സഡ് അസറ്റിൽ നമുക്ക് അല്ലെ വാല്യൂ ഡിക്രീസസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഡിപ്രീസിയേഷൻ എന്ന് പറയും. ഡിപ്ലീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെ നമ്മുടെ നാച്ചുറൽ റിസോഴ്സസുകളായിട്ടുള്ള കോള്, മൈല് അല്ലെ വാട്ടർ, അതിനൊക്കെ നമുക്ക് ഡിക്രീസസ് വരികയാണെന്നുണ്ടെങ്കിൽ അതിന് ഡിപ്ലീഷൻ എന്ന് പറയും. ഒബ്സോളസൻസ് എന്ന് പറയുമ്പോൾ അല്ലെ ഒബ്സോളസൻസ് എന്ന് പറയുമ്പോൾ എന്താ ടെക്നോളജിക്കൽ ചേഞ്ചസ് അല്ലെ അല്ലെങ്കിൽ ഡിമാൻഡ്, അതൊക്കെ എന്താണ് ഒബ്സോളസൻസിലാണ് വരിക. amortization പറയുമ്പോൾ ഇൻടാഞ്ചിബിൾ അസറ്റുകളൊക്കെ റൈറ്റ് ഓഫ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ amortization എന്നാണ് പറയുന്നത്. amortization. അടുത്തത് ഇനി നമുക്ക് എന്താണ് അല്ലെ ഏതൊക്കെ കാരണത്താൽ നമുക്ക് ഡിപ്രീസിയേഷൻ സംഭവിക്കാം അല്ലെ? കോസസ് ഓഫ് ഡിപ്രീസിയേഷൻ. ഒന്ന് കോൺസ്റ്റന്റ് യൂസ്, നിരന്തരമായിട്ടുള്ള നമുക്ക് ഉപയോഗം കാരണത്താൽ അല്ലെ ഡെയിലി നമ്മൾ ഇതിങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ആ മെഷീനറി അല്ലെങ്കിൽ അസറ്റിന്റെ അല്ലെ എന്താ കപ്പാസിറ്റി ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുക ചെയ്തത്. അപ്പൊ ഒന്നാമത്തെ കോസസ് ആണ് ഡിപ്രീസിയേഷന്റെ കോൺസ്റ്റന്റ് യൂസ് ഓഫ് ദി അസറ്റ്. ഓക്കെ, രണ്ടാമത്തെ എന്താണ് പാസേജ് ഓഫ് ടൈം അല്ലെ. പാസേജ് ഓഫ് ടൈം എന്താ? കാലക്രമേണ സമയം പോകുന്നതിനനുസരിച്ചിട്ട് എന്താണ് അതിന്റെ അസറ്റിൽ നമുക്ക് വാല്യൂ കുറയാൻ ചാൻസ് ഉണ്ട്. പിന്നെ ആക്സിഡൻസ്, ഡിപ്ലീഷൻ. ഡിപ്ലീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെ? ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു പെർട്ടിക്കുലർ അസറ്റിന്റെ വാല്യൂ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നാച്ചുറലി നമുക്ക് കിട്ടുന്ന റിസോഴ്സസിന്റെ വാല്യൂ കുറവാണെന്നുണ്ടെങ്കിൽ ഡിപ്ലീഷൻ. പിന്നെ ഒബ്സോളസൻസും ഒരു കാരണമാണ് അല്ലെ. ടെക്നോളജിക്കൽ ചേഞ്ച് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതൊരു കാരണമാണ്. ആക്സിഡൻസ് അല്ലെ, അസറ്റ് മേ ഗെറ്റ് റിഡക്ഷൻ ഇൻസ് വാല്യൂ മീൻസ് ആൻ ആക്സിഡന്റ്. ഏതെങ്കിലും കാരണത്താല് നമ്മുടെ അസറ്റിന് ആക്സിഡന്റ് മൂലം നമുക്ക് വാല്യൂ നഷ്ടപ്പെടാം. പിന്നെ എന്താ പെർമനന്റ് ഫോൾ ഇൻ ദ മാർക്കറ്റ് വാല്യൂ അല്ലെ. നമ്മുടെ എടുത്തിട്ടുള്ള അസറ്റിന്റെ വാല്യൂവിൽ പെർമനന്റ് ആയിട്ട് മാർക്കറ്റിൽ അതിന്റെ ഡിമാൻഡ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെ അതിനാണ് മാർക്കറ്റ് വാല്യൂ കുറയുക എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ ആ കാരണത്താലും എന്താണ് ഇതൊക്കെ കോസസ് ഓഫ് ഡിപ്രീസിയേഷൻ അല്ലെ. ഡിപ്രീസിയേഷന് കാരണമായിട്ടുള്ള റീസൺസുകളാണ് ഇതൊക്കെ.
നമ്മുടെ ഡിപ്രീസിയേഷനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? നമ്മുടെ ഡിപ്രീസിയേഷനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് നോക്കാം. ഫസ്റ്റ് വൺ, കോസ്റ്റ് ഓഫ് ദി വാല്യൂ അല്ലെ. കോസ്റ്റ് ഓഫ് ദി വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറിജിനൽ കോസ്റ്റ് ആണ്. എത്ര രൂപയ്ക്കാണ് നമ്മൾ ആ അസറ്റ് മേടിച്ചത്, അതിനെയാണ് കോസ്റ്റ് അല്ലെ. The knowledge about the cost of the asset is very essential for determining the amount of depreciation. നമ്മുടെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ട സമയത്ത് നമുക്ക് എസെൻഷ്യൽ ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് കോസ്റ്റ് ഓഫ് ദി അസറ്റ് അല്ലെ. എത്ര രൂപയ്ക്ക് ആ മാർക്കറ്റ് വാല്യൂ നമ്മുടെ ഇപ്പോഴത്തുള്ള ബുക്ക് വാല്യൂ തമ്മിൽ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പോൾ കോസ്റ്റ് ഓഫ് ദി അസറ്റ് എന്ന് പറഞ്ഞാൽ ഇസ് എൻ ഇമ്പോർട്ടന്റ് ഫാക്ടർ അല്ലെ. ഇമ്പോർട്ടന്റ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിപ്രീസിയേഷൻ. നമ്മുടെ ഡിപ്രീസിയേഷനെ അഫക്ട് ചെയ്യുന്ന ഒരു വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ഫാക്ടേഴ്സ് ആണ്. രണ്ടാമത്തെ എന്താണ്? എസ്റ്റിമേറ്റഡ് ലൈഫ് ഓഫ് ദി അസറ്റ് അല്ലെ. എത്ര വർഷം നമ്മൾ ആ അസറ്റ് ഉപയോഗിച്ചു. ഞാൻ എത്രയായിരുന്നു അല്ലെ, ആ മൊബൈൽ ഫോൺ നമ്മൾ 5 വർഷമാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഡിപ്രീസിയേഷൻ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അല്ലെ, നമുക്ക് ഈ ഒരു എസ്റ്റിമേറ്റഡ് ലൈഫ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട അനദർ ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ്. മൂന്നാമത്തത് സ്ക്രാപ്പ് വാല്യൂ. സ്ക്രാപ്പ് വാല്യൂ ആണ് നമ്മുടെ സാൾവേജ് വാല്യൂ ആണ്. സ്ക്രാപ്പ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെ, നമുക്ക് ശേഷം നമ്മുടെ ആ ഒരു അസറ്റ് വിറ്റതിന് ശേഷം നമുക്ക് എന്തെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് എന്ത് ഒരു ഡിപ്രീസിയേഷനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സുകൾ. സ്ക്രാപ്പ് വാല്യൂ, പിന്നെന്താണ് നമ്മുടെ എസ്റ്റിമേറ്റഡ് ലൈഫ്, കോസ്റ്റ് ഓഫ് ദി അസറ്റ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ കാരണത്താലാണ് ടേംസുകൾ അല്ലെ ഒരു ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ ഒരു അസറ്റിന്റെ വാല്യൂവിൽ ഉണ്ടാകുന്ന ഡിക്രീസസ് 3-4 ടേംസ് ആയിട്ടാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഡിപ്രീസിയേഷന്, ഒബ്സോളസൻസ്, പിന്നെന്താണ് അല്ലെ ഒബ്സോളസൻസ്, ഡിപ്ലീഷൻ ആൻഡ് അമോർട്ടൈസേഷൻ. ഇത് 4 എണ്ണമാണ് നമുക്ക് സിമിലർ ആയിട്ട് നമുക്ക് അസറ്റിന്റെ വാല്യൂവിൽ വരുന്ന ഡിക്രീസസ്.